ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 147. മരിയസ്തുതി അഥവാ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന, അതിൻ്റെ വേദപുസ്തകത്തിലെ തെളിവുകളും വചനത്തിൽ അതിൻ്റെ അടിസ്ഥാനമൊക്കെയാണ് നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ ഹൈറെ കെഹരി തോമനെ എന്നാണെന്ന്. കെഹരി തോമൻ എന്ന വാക്കിൻ്റെ സാമാന്യം ദീർഘമായ ഒരു ധ്യാനം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇന്ന് നമുക്ക് ഹൈറെ എന്ന വാക്ക്, ഹൈറെ കെഹരി തോമനെ എന്ന് പറഞ്ഞത്, ഹൈറെ കെഹരി തോമനെ നമ്മളത് നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞ അതാണ് നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. എന്തുകൊണ്ട് നന്മ നിറഞ്ഞ നമ്മൾ തർജ്ജമ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്വസ്തി എന്നുള്ള ആ വാക്കാണ് ഇപ്പോൾ ഇന്ന് ഹൈറെ എന്ന് പറയുന്നത്. ഹൈറെ എന്ന് പറയുന്ന വാക്ക് ഈ യഹൂദരുടെ ഒരു അഭിവാദനം, വന്ദനമാണ് ഈ ഹൈറെ എന്ന വാക്ക്. അത് ഗ്രീക്കാണ് ഹൈറെ. യഹൂദരുടെ സാധാരണ വന്ദനം, അഭിവാദനം ഷാലോം എന്നാണ്. ഷാലോം, ഹൈറ എന്നല്ല. ഷാലോം എന്ന വാക്കിന് സമാധാനം നിന്നോടുകൂടെ എന്നാണ് അർത്ഥം. നമ്മൾ കുർബാനയിൽ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയില്ല, ഷാലോം. അത് യഹൂദ രീതിയാണ്. കർത്താവ് ഈശോ ഉത്ഥാനം ചെയ്തിട്ട് അവരോട് വരുമ്പോഴൊക്കെ പറയുന്നത് ഷാലോം. ഷാലോമിനെ കുറിച്ച് തന്നെ ഒരു ധ്യാനം ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന വാഴ്ത്തുമൊഴി ധ്യാനിച്ചപ്പോൾ എന്താണ് സമാധാനം, അത് നമ്മൾ ഉദ്ദേശിച്ച സ്വസ്ഥതയാണെന്നൊക്കെ നമ്മൾ വളരെ വിശദമായി കണ്ടതാണ് ഷാലോം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന വാഴ്ത്തുമയുടെ വ്യാഖ്യാനം നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഈ ഷാലോം എന്ന വാക്കിന് സമാധാനം നിന്നോടുകൂടെ എന്നാണെങ്കിലും ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിവാദ്യം ചെയ്തത് ഗ്രീക്കിൽ ഹൈറെ എന്നാണ്. ഹൈറെ. അപ്പോൾ ചിലർ പറയുന്നുണ്ട് സുറിയാനിയിലായിരിക്കുമോ മറിയത്തെ അഭിവാദ്യം ചെയ്തത്. അല്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. കർത്താവിന് സുറിയാനി അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു സൂചന മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ സിറിയയിലെ ഫിനീഷ്യൻ നഗരങ്ങൾ, ടയർ സീതോൻ പ്രദേശങ്ങൾ, അവിടെ കർത്താവ് പോവുകയും ഒരു സീറോ ഫിനീഷ്യൻ, സുറിയാനി സംസാരിക്കുന്ന സ്ത്രീയുമായിട്ട് സീറോ ഫിനീഷ്യൻ സ്ത്രീ തൻ്റെ മകളെ സുഖപ്പെടുത്തണം, മക്കൾക്ക് അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ. സീറോ ഫിനീഷ്യൻ സ്ത്രീ എന്നാണ് മർക്കോസ് പറയണേ. സീറോ, അതാണ് ഈ സീറോ മലബാർ, സീറോ മലങ്കര എന്നൊക്കെ പറയുന്നത്. ആ സീറോ സുറിയാനി സംസാരിക്കുന്ന പെണ്ണ്. കർത്താവ് അവിടെ പോകുന്നുണ്ട്. കർത്താവിന് സുറിയാനി അറിയാമായിരുന്നെങ്കിൽ അവളോട് സംസാരിച്ച് സുറിയാനിയിലായിരിക്കാം. അതല്ലെങ്കിൽ അവൾക്ക് ഗ്രീക്ക് അറിയാമായിരുന്നിരിക്കാം, കർത്താവിന് ഗ്രീക്ക് അറിയാമായിരിക്കാം. ഗ്രീക്ക് സംസാരിക്കുന്ന ഗ്രീക്കുകാർ യഹൂദന്മാരെ കർത്താവിനെ കാണാൻ വരുന്നുണ്ട്. പക്ഷെ കാണാൻ വരുമ്പോൾ ഗ്രീക്ക് നാമധാരികളായ അന്ത്രയോസിനെയും പീലിപ്പോസിനെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ ട്രാൻസ്ലേറ്റേഴ്സ് ആയിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കർത്താവ് ഹീബ്രു ഭാഷയിൽ വചനം വായിക്കുന്നുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18 സിനഗോഗിൽ ഹീബ്രു ഭാഷയിൽ വചനം വായിക്കുന്നുണ്ട്. അത് അരാമിയ ഭാഷയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ തന്നെ അരാമിയ ഭാഷയായിരുന്നു ജെറൂസലമിലൊക്കെ ഭാഷ. അരാമിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൽദായ നാട്ടിലെ ഭാഷയായിരുന്നു. ഇവർ ബാബിലോൺ പ്രവാസകാലത്ത് കൽദായ നാട്ടിൽ പോയി അവിടെ വെച്ച് ഇവരുടെ ഹീബ്രു ഭാഷ നഷ്ടപ്പെടുകയും അരാമിയ ഭാഷ കിട്ടുകയും അരാമിയമായി ജെറൂസലത്തിൽ വരികയും അങ്ങനെയാണ് ഈ അരാമിയ ഭാഷ എല്ലാവർക്കും അതിങ്ങനെ കർത്താവിൻ്റെ കാലത്തായത്. കൽദായ ഭാഷയായിരുന്നു അരാമിയ. ആ അരാമിയ കൽദായ ഭാഷയുടെ ഒരു വകഭേദമാണ് സുറിയാനി. അപ്പോൾ ഈ സിറിയയിൽ സംസാരിച്ചിരുന്നത് അതാണ് അരാമിയ. ഇപ്പം നമ്മുടെ തമിഴും മലയാളം പോലെ എന്നൊക്കെ ഏകദേശം പറയാം ഈ അരാമിയ ഭാഷയും സുറിയാനിയും. ഈ നസറത്തിലാണ് മറിയം പാർക്കുന്നത്. അത് യവനവൽക്കരിക്കപ്പെട്ട ഗ്രീക്ക് ഭാഷ, പകുതിയോളം പേര് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പോൾ മറിയത്തിന് ഗ്രീക്ക് അറിയാം. ഈശോയും അവിടെയാണ് വളർന്നത്, ഗ്രീക്ക് അറിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സിറിയയ്ക്ക് അടുത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് സുറിയാനി അറിയാൻ സാധ്യതയുണ്ട്. എങ്കിലും തെളിവുകൾ കിടക്കുന്നത് ലൂക്കാസിന്റെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്കിലാണ്. ആ ഗ്രീക്കിൽ ഹൈറ എന്നാണ് കിടക്കണേ. മറിയത്തോട് ഗബ്രിയേൽ മാലാഖ സംസാരിച്ചത് അരാമിയ ഭാഷയിലാണോ സുറിയാനി ഭാഷയിലാണോ? അങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. ആയിരിക്കാം, അല്ലെന്ന് ഞാൻ പറയാൻ ആളല്ല. നമ്മുടെ കയ്യിൽ കിട്ടിക്കുന്ന തെളിവുകൾ ഗ്രീക്കിലാണ്, ഹൈറെ. അപ്പോൾ ഈ ഷാലോം എന്ന വാക്ക് ഹീബ്രു രീതി അനുസരിച്ച്, യഹൂദ രീതി, ഹൈറെ എന്നത് വിജാതിരുടെ രീതിയാണ്, ഗ്രീക്കുകാരുടെ രീതിയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മരിയസ്തുതിയിൽ ഹെയിൽ മേരി എന്നും ഉപയോഗിക്കുന്നത്. ഹെയിൽ എന്ന വാക്കിന്, ഹെയിൽ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നാണ് അർത്ഥം, വെൽക്കം. പക്ഷേ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ ഹെയിൽ എന്ന് പറയില്ല. രാജ്ഞി, സീസർ, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളെ വെൽക്കം ചെയ്യുമ്പോഴാണ് ഹെയിൽ സീസർ, ഹെയിൽ ക്വീൻ എലിസബത്ത് അങ്ങനെ പറയാം. അതായത് സ്വസ്തി എന്ന് പറയുന്നത് സ്വാഗതമാണ്. ആ സ്വസ്തി എന്ന് പറയുന്ന സ്വാഗതം, ആ സ്വാഗതം വളരെ ഉന്നതരായ വ്യക്തികൾക്ക് കൊടുക്കുള്ളൂ. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സീസറിനേക്കാളും വലിയൊരാള്, ഈ എലിസബത്ത് രാജ്ഞിയേക്കാൾ വലിയ ആള്, ആ അർത്ഥത്തിലാണ് നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണേ.
അതിൻ്റെ ഇംഗ്ലീഷാണ് ഹെയില്. മലയാളത്തിൽ സ്വസ്തി എന്ന് പറഞ്ഞാലും അത് സംസ്കൃതം ഉറവിടമാണെന്നാണ് എൻ്റെ അറിവ്. സു സ്തി അതാണ് അതിൻ്റെ ഉറവിടം. സു എന്ന് പറഞ്ഞാൽ നല്ലത്, സുവിശേഷം നല്ലത്, സു നല്ലത്, അസ്ഥി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക, അസ്തിത്വം ഉണ്ടായിരിക്കുക. അപ്പോൾ സ്വസ്തി എന്ന് പറഞ്ഞാൽ നല്ല അസ്തിത്വം ഉണ്ടായിരിക്കുക, നല്ല സ്ഥിതിയിലായിരിക്കുക, നല്ലതായിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്വസ്തി എന്ന വാക്കിന് അർത്ഥം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സ്വസ്തി എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്ന അർത്ഥമുള്ളത് കൊണ്ട്, ഹെയിൽ എന്ന അർത്ഥമുള്ളത് കൊണ്ട് അത് സാധാരണ ആളുകളെ സ്വാഗതം ചെയ്യും, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ സ്വാഗതം ചെയ്യും. അതിനേക്കാളൊക്കെ വലിയ ആളുകളാണെങ്കിൽ സ്വസ്തിയാണ് പറയുക. അപ്പോൾ ഈ മംഗളം ആശംസിക്കുക, ക്ഷേമം ആശംസിക്കുക, മംഗളകരമായ സ്വാഗതം ആശംസിക്കുക, മംഗളവാക്ക് നിനക്ക് ക്ഷേമമായിരിക്കട്ടെ, നിനക്ക് സ്തുതിയായിരിക്കട്ടെ, നീ സൗഭാഗ്യമുള്ളവളായിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാം. അതിൻ്റെ അർത്ഥം പറയാം സ്വസ്തി എന്ന വാക്കിന്. ലത്തീനിൽ ആവേ എന്നാണ്, ആവേ സീസർ. ഹെയിൽ സീസർ എന്ന് ഇംഗ്ലീഷ് പറയുന്നത് ലത്തീനിൽ അപ്പോൾ ആവേ സീസർ. അത് മറിയത്തിലേക്ക് വരുമ്പോൾ ആവേ മരിയ. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ തർജ്ജമയുടെ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ ഹൈറ എന്ന വാക്കിന് എന്താർത്ഥം? ഗ്രീക്കിൽ ഹൈറ എന്ന വാക്കിന് വിളിക്കുക, ചൊരിയുക, ആർത്ത് വിളിച്ച് അഭിവാദ്യം ചെയ്യുക, സ്തുതി ഘോഷിക്കുക, ആദരിച്ച് വണങ്ങുക, ഉപചാരം ചെയ്യുക, അനുമോദിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ അഭിവാദ്യത്തോട് എലിസബത്തിന്റെ സ്തുതിവചനങ്ങളെ ധ്വനിയും ചേർക്കുമ്പോൾ സ്വസ്തി എന്ന വാക്കിന് ആഴമേറിയ ദൈവശാസ്ത്രം കിട്ടുകയാണ്. ഹൈറേ മറിയം എന്ന് പറയുമ്പോൾ, ആവേ മരിയ എന്ന് പറയുമ്പോൾ വളരെ വലിയ ആഴമാണ്. നമ്മൾ എലിസബത്തിന്റെ ഗ്രീറ്റിംഗ് ഒക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അഭിവാദ്യം, വന്ദനം എന്നെല്ലാം ഹൈറ എന്നതിന് ധ്വനികൾ ഉണ്ടെങ്കിലും ഏറ്റവും ഉചിതമായ അർത്ഥം ആനന്ദിച്ചാലും എന്നാണ്. ആനന്ദിച്ചാലും മാലാഖയുടെ ഒരു ഹർഷോന്മാദമാണ് ഈ ഹൈറ എന്ന വാക്ക്. ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്ന അതാണ് ആനന്ദിച്ചാലും എന്നാണ് ശരിക്കുള്ള അർത്ഥം. അഭിവാദനം, വന്ദനം എന്നൊക്കെ അർത്ഥമുണ്ട്. ഗ്രീക്കിൽ അങ്ങനെ അർത്ഥമുണ്ട്. ഗ്രീക്കിൽ അവർ ഗ്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നമസ്തേ എന്ന് പറയുന്നതിന് പകരം ഹീബ്രുവിൽ യഹൂദന്മാർ ഷാലോം പറയും. നമ്മൾ നമസ്തേ പറയുന്നതിന് പകരം ഗ്രീക്കുകാർ ഹൈറ എന്ന് പറയുക. അതിന് ശരിക്കർത്ഥം വന്ദനം പറയുന്നു, അഭിവാദനം ഇല്ലേ, നമസ്തേ, ആ അർത്ഥമാണ്. പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് പോയാൽ, ആ വാക്കിന് ആഴത്തിലേക്ക് പോയാൽ ആനന്ദിച്ചാലും എന്നാണ് ആ വാക്കിനർത്ഥം. ആനന്ദിച്ചാലും. ഈ പുതിയ നിയമത്തിൽ ആദ്യത്തെ വാക്ക് എഴുതപ്പെട്ട വാക്കല്ല പറയുന്നത്. പുതിയ നിയമത്തിൽ ആദ്യം പറയപ്പെടുന്ന വാക്ക് എന്താണ്? ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നതല്ലേ, ഹൈറേ കഹരിത്തോമനെ. അടുത്ത വാചകത്തിലാണ് മറിയെന്ന് പറയണേ. അപ്പൊ ഹൈറ എന്ന വാക്കാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാക്ക്, പറയപ്പെട്ട വാക്ക്. പുതിയ നിയമം, പുതിയ ഉടമ്പടിയിൽ ആദ്യമായി പറയപ്പെട്ട വാക്കാണ് ഹൈറേ, ആനന്ദിച്ചാലും. ഈ യേശു ജനിച്ചു കഴിഞ്ഞിട്ട് മാലാഖമാര് പോയിട്ട് ആട്ടിടയന്മാരുടെ കാര്യം പറയുന്നുണ്ട്. വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മാലാഖ പോയിട്ട് പറയാണ്, ലൂക്ക 2:10, വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്ത, ആനന്ദത്തിൻ്റെ സുവിശേഷം, നല്ല വാർത്ത. ആ വിശുദ്ധ രാത്രിയിൽ ആട്ടിടയന്മാർക്ക് സന്ദേശം കിട്ടുമ്പോൾ ആനന്ദിച്ചാലും എന്ന വാക്ക് മറിയത്തോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് കിട്ടുകയാണ്. ആനന്ദത്തിൻ്റെ സുവിശേഷമാണ് പുതിയ നിയമം. ആനന്ദത്തിൻ്റെ. ഈ കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ആനന്ദിച്ചുവെന്ന് സുവിശേഷം അവസാനിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാൻ 20:20. അപ്പോൾ ആനന്ദത്തിൽ പുതിയ നിയമം ആരംഭിക്കുന്നു, പുതിയ നിയമത്തിൽ അവസാനിക്കുന്നത് കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ആനന്ദിച്ചു. ആനന്ദത്തിൻ്റെ സുവിശേഷം നിങ്ങൾ അറിയിക്കുന്നു, കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ആനന്ദിച്ചു. ആനന്ദത്തിൻ്റെ ദൈവശാസ്ത്രമാണ് ഈ സുവിശേഷം, ഈ കർത്താവിനെ കുറിച്ചുള്ള വിശേഷം. ഈ ഞാൻ നിങ്ങളെ വീണ്ടും കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദിക്കുമെന്ന് ഈ ചാവരുള് പോലെ നൽകപ്പെട്ട ആ പ്രഭാഷണത്തിൽ സെനക്കളിൽ വെച്ചുള്ള പ്രഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:22. പരിശുദ്ധാത്മാവ് നൽകുന്ന വിശേഷപ്പെട്ട സിദ്ധിയാണ് ആനന്ദം. വിമോചകന്റെ യഥാർത്ഥ സമ്മാനം ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനമായ ആനന്ദമാണ്. വിജാതിയരെ വന്ദനം പറഞ്ഞ ഹൈറ എന്ന് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞല്ലോ. ഈ ദൈവദൂതൻ വിജാതിയർ ഉപയോഗിക്കുന്ന വന്ദനം ഉപയോഗിച്ചിട്ട് മറിയത്തെ അഭിവാദ്യം ചെയ്യുമ്പോൾ, മറിയം ഒരു യഹൂദ സ്ത്രീയാണ്. ഷാലോം അല്ലേ, അതാണ് അവരുടെ അഭിവാദന രീതി. അതിന് പകരം മറിയം താമസിക്കുന്ന നസ്രത്തിലാണ്, യവനവൽക്കരിക്കപ്പെട്ട നഗരത്തിലാണ്, യഹൂദ സ്ത്രീയാണെങ്കിലും. ഗ്രീക്കുകാർ കൂടുതലുള്ള സ്ഥലത്ത്. അവിടെ ഗ്രീക്കുകാർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എടുത്തിട്ടാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്, ഹൈറേ.
അപ്പോൾ യഹൂദ സ്ത്രീയോട് ഷാലോം എന്ന് പറയാതെ ഹൈറെ എന്ന വാക്ക് വിജാതിയർ ഉപയോഗിക്കുന്ന, ഗ്രീക്കുകാർ ഉപയോഗിക്കുന്ന ഹൈറെ എന്ന് പറയുമ്പോൾ യഹൂദർക്ക് നൽകപ്പെട്ട ആ സുവിശേഷം വിജാതിയരിലേക്ക് പോകാനായിട്ടുള്ള വാതിൽ തുറന്നിടുകയാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, വളരെ ഗൗരവമായ സംഗതിയാണ്. യഹൂദ സ്ത്രീ ആയ മറിയം, അവളോട് ഷാലോമാണ് അവരുടെ അഭിവാദന രീതി. ആ ഷാലോം എന്ന് പറയാതെ ഗ്രീക്കുകാർ വിജാതിയർ ഉപയോഗിക്കുന്ന ഹൈറെ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ യഹൂദ സ്ത്രീക്ക് നൽകപ്പെട്ട ആ സുവിശേഷം അതെന്താണ്? ദൈവം മനുഷ്യനായി വന്നു എന്ന വാർത്ത. ആ വാർത്ത വിജാതിലേക്ക് പോകും. അത് വിജാതിലേക്ക് പോകുമ്പോൾ അത് സമാധാനമായിട്ട് മാത്രമല്ല പോകുക, ആനന്ദമായിട്ടാണ് പോകുക, പരിശുദ്ധാത്മാവായിട്ടാണ്. ഇത്രയും ദൈവശാസ്ത്രം ഒരൊറ്റ വാക്കിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഗബ്രിയേൽ മാലാഖ ഹൈറ എന്ന വാക്ക് പറയുമ്പോൾ. ഹൈറ എന്ന വാക്ക് പക്ഷെ പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ ഈ സെപ്തജിന്ത് എന്ന് പറഞ്ഞാൽ പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രുവിലാണ് കൂടുതൽ ഭാഗം. കുറച്ച് ഭാഗമൊക്കെ അരാമിയയിലുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം എഴുതപ്പെട്ടത് ഹീബ്രുവിലാണ്. പക്ഷേ ക്രിസ്തു ജനിക്കുന്ന 250 വർഷങ്ങൾക്ക് മുമ്പ് അത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യാൻ തുടങ്ങി. അതിനാണ് സെപ്തജിന്ത് എന്ന് പറയുക. ആദിമസഭയുടെ ബൈബിളിൽ സെപ്തജിന്തായിരുന്നു. അതിൽ ഹൈറ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് സെഫാനിയ പ്രവാചകന്റെ പ്രവചനം 3-ാമത്തെ അധ്യായം 14-17 വാക്യങ്ങൾ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ്? സിയോൻ പുത്രി ആനന്ദിച്ചാലും ഇസ്രായേലെ ആർത്ത് വിളിച്ചാലും ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സിയോൻ പുത്രി ആനന്ദിച്ചാലും ഇസ്രായേലരോട് സെഫാനിയ പ്രവാചകൻ പറയാണ്, സിയോൻ പുത്രി, സിയോൻ എന്ന് പറഞ്ഞ മലയാണ്. അതായത് ജെറൂസലേം നഗരം പണിയപ്പെട്ട മലയുടെ ഒരു വശത്തിനെയാണ് സിയോൻ എന്ന് പറയണേ. സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ ജെറൂസലേം. സിയോൻ മല അമ്മയായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അതിൻ്റെ ഓരത്ത് പണിതിരിക്കുന്ന നഗരത്തെ ഇസ്രായേലിന്റെ പ്രതീകമായിട്ട് നമ്മൾ പറയില്ലേ, ഇന്ദ്രപ്രസ്ഥം, നമ്മുടെ തലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥം, അനന്തപുരി. അത് അനന്തപുരി എന്ന് പറഞ്ഞാൽ ആ തിരുവനന്തപുരം മാത്രമല്ലല്ലോ. അനന്തപുരി എന്ന് പറഞ്ഞാൽ കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ്. ഇതുപോലെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു. ഡൽഹിയും പിന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാ പറയുക, നമുക്ക് വാർസോയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, വാർസോ എന്ന് പറഞ്ഞ പോളണ്ടിലെ തലസ്ഥാനം, അവിടുത്തെ തലസ്ഥാനവും ന്യൂഡൽഹിയും തമ്മിൽ കരാറുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ രണ്ട് രാജ്യങ്ങൾ അടുത്ത് വന്നിട്ട് കരാറുണ്ടാക്കുക അല്ല. രണ്ട് രാജ്യങ്ങളിലെ നേതാക്കന്മാർ വന്ന് ആ രാജ്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കരാറുണ്ടാക്കി, ഉടമ്പടി ഉണ്ടാക്കി. ഇതുപോലെയാണ് ഈ സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ, സിയോൻ എന്ന് പറഞ്ഞ മലയാണ്, സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ ആ ജെറൂസലേം നഗരമാണ്. ആ ജെറൂസലേം നഗരം ഇസ്രായേലിനെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു. സിയോൻ പുത്രി ആനന്ദിച്ചാലും, ഇസ്രായേലെ, സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേല്. അതാണ് സമാന്തരമായിട്ടുള്ളൊരു കവിതയാണത്. സിയോൻ പുത്രി ആനന്ദിച്ചാലും ഇസ്രായേലെ ആർത്ത് വിളിച്ചാലും, സിയോൻ പുത്രി ഇസ്രായേല് ആനന്ദിച്ചാലും ആർത്ത് വിളിച്ചാലും, ഇങ്ങനെ സമാന്തരമായിട്ടുള്ള കവിത എഴുതുക. അങ്ങനെ എഴുതി പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു പോയിരിക്കുകയാണ്. സിയോൻ പുത്രി ആനന്ദിക്കുക, ഇസ്രായേലെ ആർത്ത് വിളിക്കുക. എന്താ കാര്യം? കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സെഫാനി 3:15-17. സിയോൻ പുത്രി എന്നതുകൊണ്ട് അമ്മയായി ജെറൂസലേം എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവളുടെ വിശ്വസ്തരായ മക്കള് മിശിഹ യുഗത്തിൽ ആനന്ദിക്കട്ടെ എന്നാണ് കർത്താവ് സെഫാനിയ പ്രവാചകനോട് പറയുന്നത്. എന്താണ് കാരണം? കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ കർത്താവ് നിന്റെ ഗർഭത്തിലുണ്ടെന്നാണ്, നിന്റെ ഉദരത്തിലുണ്ട്. കർത്താവ് അവരുടെ ഇടയിൽ പാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് അവരുടെ മധ്യത്തിലുണ്ട്, കർത്താവ് അവരുടെ ഗർഭത്തിലുണ്ടെന്നാണ്. ഇസ്രായേലിന്റെ ഉദരത്തില് കർത്താവുണ്ട്, കർത്താവ് അവരുടെ ഇടയിൽ പാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് സെഫാനിയ പ്രവാചകൻ പറഞ്ഞത്. അന്നത് പ്രവചനമായിരുന്നു, പ്രവചനം സംഭവിക്കാനിരുന്നത്. മറിയത്തോട് പറയുമ്പോഴോ പ്രവചനമല്ല, പൂർത്തീകരണമാണ്. ഇല്ലേ? ഹൈറേ എന്നുള്ള വാക്ക് സെഫാനിയ പ്രവാചകന്റെ 3-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ സിയോൻ പുത്രി ആനന്ദിച്ചാലും, ഹൈറേ ഹൈറേ ആനന്ദിച്ചാലും ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നേ. ഇസ്രായേലെ ആർത്ത് വിളിച്ചാലും കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. ആ പ്രവചനം അതിന് ആക്ഷരികമായി ചെയ്താൽ കർത്താവ് നിന്റെ ഉദരത്തിലുണ്ടെന്നാണ്. അത് അന്നൊരു പ്രവചനമായിരുന്നു സെഫാനിയ പ്രവാചകന്റെ കാലത്ത്. മറിയത്തോട് പറയുമ്പോഴോ നിന്റെ ഉദരത്തിൽ കർത്താവ് ഇതാ വരുന്നു, നീ സമ്മതിച്ചാൽ. കർത്താവ് മനുഷ്യനായി നിന്റെ ഉദരത്തിൽ, നിന്റെ ഗർഭത്തിൽ രൂപമെടുക്കുന്നു. അതുകൊണ്ട് ഹൈറേ ആനന്ദിച്ചാലും ആനന്ദിച്ചാലും ആനന്ദിച്ചാലും. മറിയമേ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ, ആനന്ദിച്ചാലും ആനന്ദിച്ചാലും കർത്താവ് നിന്റെ ഗർഭത്തിലേക്ക് വരുന്നു. പുറപ്പാട് പുസ്തകം 33:3-34-9 ഈ ഇസ്രായേലിന്റെ ഉദരത്തിൽ കർത്താവ് ഉണ്ടെന്നുള്ള സൂചനയുള്ള വചനങ്ങളാണ്. ഇതാണ് സെഫാനിയ പ്രവചനം മനസ്സിലുണ്ടായിരുന്നത്. അതേ വാക്കുകൾ
ഇപ്പോൾ മാലാഖ മറിയത്തിന് കൊടുക്കുകയാണ്, നീ ഉദരത്തിൽ കർത്താവിനെ ഗർഭം ധരിക്കും, അത് നിനക്ക് ആനന്ദത്തിന് കാരണമാണ്. സിയോൻ പുത്രിയായി മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. മിശിഹായുടെ കന്യകയായ അമ്മയായി മറിയം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തീർത്തും അപ്രതീക്ഷിതമായ രീതിയിൽ അവളിൽ സിയോൻ പുത്രിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറിയിരിക്കുന്നു. ദൈവം സത്യമായും കുടികൊള്ളുന്ന സ്ഥലമായ ഉടമ്പടിയുടെ പേടകമായി മറിയം രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന മറിയം ഭാഗ്യവതിയല്ലേ? ഇതുപോലെ ഭാഗ്യം വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും മറിയം പാപിനിയാണെന്നും സാധാരണ സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് 33 വചനങ്ങളാണ് മറിയത്തെക്കുറിച്ച് പുതിയ നിയമത്തിലുള്ളത്. 33 വചനമല്ല, 33 ഖണ്ഡികകൾ മറിയത്തെക്കുറിച്ചുണ്ട്. 33, ചിലപ്പോൾ 34 ഉണ്ടാവും. അപ്പോൾ കൃപ എന്ന വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്നാണ് ഹാരിസ്. അതിനോട് വളരെ ബന്ധപ്പെട്ടതാണ് ഹൈറേ. രണ്ടിൻ്റെയും ധാതു ഒന്നും തന്നെയാണ്. ഹാരിസ് എന്ന് പറഞ്ഞാൽ കൃപ, നന്മ. ഹൈറേ ആനന്ദിച്ചാലും. പക്ഷെ രണ്ടും വരുന്നത് ഒറ്റ റൂട്ടിൽ നിന്നാണ്. അതിനർത്ഥം ആനന്ദവും കൃപയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ്. ഒരു ജൈവിക ബന്ധമുണ്ട്, ഇല്ലേ? ഒരു ഡൈനാമിക് ബന്ധമുണ്ട്. ദൈവകൃപയുള്ളവർക്ക് യഥാർത്ഥ ആനന്ദം ഉണ്ടാകുമെന്നാണ് അതിൻ്റെ സൂചന. നിങ്ങൾക്ക് നസറത്തിൽ യേശു ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയ ആ പുസ്തകം മൂന്നാമത്തെ വോളിയം 66 മുതൽ 68 ഒരു പേജുകൾ വായിക്കാം. അവിടെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട്. സിയോന്റെ യഥാർത്ഥ പുത്രി എന്ന നിലയിൽ മറിയം സഭയുടെ പ്രതീകമാണ്. സിയോൻ പുത്രി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ പ്രതീകമാണ്, പുതിയ നിയമത്തിൽ സഭയുടെ പ്രതീകമാണ്. ആ സിയോൻ പുത്രിയായിട്ട് മറിയത്തെയാണ് ഗബ്രിയേൽ മാലാഖ വിളിക്കുന്നത്. അപ്പം മറിയം സഭയുടെ പ്രതീകമാണ്. വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരുടെയും പ്രതീകമാണ്. സ്നേഹത്തിന്റെ അഥവാ കൃപയുടെ ദാനത്തിലൂടെ രക്ഷയിലേക്കും തന്നിലേക്കും കടന്നു വരുന്ന മനുഷ്യന്റെ പ്രതീകമാണ് മറിയം. ചുരുക്കത്തിൽ ദൈവത്തിൽ നിന്നുള്ള അടയാളമായി കന്യകയിൽ നിന്നുള്ള ജനനത്തെ ശരിയായി മനസ്സിലാക്കിയാൽ മറിയത്തോടുള്ള ഭക്തിയുടെ ദൈവശാസ്ത്രപരമായ സ്ഥാനം, അത് പുതിയ നിയമത്തിൽ വിശ്വാസത്താൽ നയിക്കപ്പെടുന്നതാണ് എന്ന സത്യം നാം തിരിച്ചറിയാണ്. വീണ്ടും ബെനഡിക്ട് മാർപ്പാപ്പയുടെ ക്രിസ്തുധർമ്മ പ്രവേശിക 368, ആ പുസ്തകത്തിൽ 368. ഇനി നമ്മൾ മലയാളത്തിലേക്ക് വരികയാണ്. നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. നന്മ നിറഞ്ഞവൾ, അതിനൊരു വളരെ വിശേഷപ്പെട്ട അർത്ഥമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഹാരിസ് എന്ന വാക്കിന് കൃപ, ദയ, കാരുണ്യം, സന്മനസ് എന്നൊക്കെ അർത്ഥമുണ്ട്. ശ്ലീഹന്മാർ നടപടി 2:47. നന്മ എന്നതിന് അർത്ഥമുണ്ട്. ദിവ്യ സാന്നിധ്യത്തിൻ്റെ ആവിഷ്കാരം എന്നർത്ഥമുണ്ട്. ദൈവിക പ്രവൃത്തിയുടെ വെളിപാട് എന്നർത്ഥമുണ്ട്. ദിവ്യശക്തി, ദൈവിക തേജസ്, ദാനം, വാഴ്വ്, പ്രസാദം, ഈ അർത്ഥങ്ങളൊക്കെയുണ്ട് ഈ ഈ ഹാരിസ് എന്ന വാക്കിന്. റോമാലേഖനം 4:4, 4:16 വാഴ്വ്, ദൈവിക തേജസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വരപ്രസാദം, പ്രസാദം എന്ന അർത്ഥത്തിൽ കൊളോസി ലേഖനം 4:6 അപ്പോൾ നമുക്ക് ആ വാക്കിൻ്റെ നമ്മൾ ഹാരിസ് എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ നോക്കുക. കൃപ, ദയ, കാരുണ്യം, സന്മനസ്, നന്മ, ദിവ്യ സാന്നിധ്യത്തിൻ്റെ ആവിഷ്കാരം, ദൈവിക പ്രവൃത്തിയുടെ വെളിപാട്, ദിവ്യശക്തി, ദൈവിക തേജസ്, ദാനം, വാഴ്വ്, പ്രസാദം, പ്രീതി. ഇത്രയും ധ്വനികളൊരു വാക്കാണ് ഹാരിസ്. ആ റൂട്ടിൽ നിന്നാണ് കെഹരിത്തോമന ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആ ഹാരിസിൽ നിന്ന് തന്നെയാണ് ഹൈറേ, ആനന്ദചാലം എന്ന വാക്കുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കണ്ടു. അപ്പോൾ നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് മറിയം മാലാഖയോട് പറയുമ്പോൾ, അവൾ അനുസരണത്തിന് കവാടം തുറന്നു കൊടുക്കുമ്പോൾ അവളിൽ ദൈവകൃപയും ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ പ്രസാദവും വാഴ്വും തേജസ്സും എല്ലാം അവളിലേക്ക് വരികയാണ്. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒറ്റ വാക്കിൽ പറയുക? അതിന് നമ്മുടെ പൂർവികരാരോ കണ്ടെത്തിയ വാക്കാണ് നന്മ. നന്മ നിറഞ്ഞ മറിയം. ദൈവത്തിൻ്റെ നന്മയും കൃപയും പ്രസാദവും പ്രീതിയും തേജസ്സും ദിവ്യ സാന്നിധ്യത്തിൻ്റെ ആവിഷ്കാരവും എല്ലാം, ദൈവിക പ്രവൃത്തിയുടെ വെളിപാടെല്ലാം മറിയത്തിലാണ്. അവൾ ഗർഭം ധരിക്കുന്നു, ഇല്ലേ? സാധാരണ സ്ത്രീകളെ ഗർഭം ധരിക്കുന്ന പോലെ തന്നെ കർത്താവ് ഗർഭം ധരിച്ചത് അത്ഭുതകരമായിട്ട്. പക്ഷെ അതിനുശേഷം അവളുടെ ഇല്ലേ 3 മാസം, 4 മാസം, 6 മാസം, 8 മാസം, 9 മാസമൊക്കെ ആകുമ്പോൾ അവളുടെ വയറ് വലുതായി വരും. അവളുടെ ഉള്ളിലുള്ളത് പുത്രൻ തമ്പുരാനാണ്. ദൈവിക പ്രവൃത്തിയുടെ വെളിപാട്, ശാരീരികമായിട്ടുള്ള വെളിപാട് കാണാം. ശാരീരികമായി വെളിപാട്, ദിവ്യശക്തി, ദൈവിക തേജസ് അവൾ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. അപ്പം എല്ലാം കൂടി ഇത്രയും അർത്ഥങ്ങളുള്ള 10-20 അർത്ഥങ്ങളുള്ള വാക്ക്, എത്ര അർത്ഥം ഞാൻ നോക്കിയില്ല, 10-15 അർത്ഥങ്ങളുള്ള ഈ വാക്ക് ഒരൊറ്റ വാക്കിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ച നമ്മുടെ പൂർവികരെ കണ്ടെത്തിയൊരു വാക്കാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പുത്രൻ തമ്പുരാന് ഇല്ലേ അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്ത് പുത്രൻ തമ്പുരാനെ തന്റെ ഉദരത്തിലേക്ക് സ്വീകരിച്ച മറിയത്തിന്റെ നന്മയും ദൈവകൃപയുടെ നന്മയും ഉൾച്ചേരുന്ന പദമാണ് നന്മ നിറഞ്ഞ മറിയം.
മറിയത്തിന്റെ നന്മയില്ലാതെ, സമ്മതമില്ലാതെ, അനുസരണമില്ലാതെ ദൈവകൃപ അവളിൽ പ്രവർത്തിക്കുമായിരുന്നില്ല. നമുക്കും ദൈവകൃപ നൽകുന്നുണ്ട്, പക്ഷെ പലപ്പോഴും പ്രവർത്തിക്കാതെ പോകുന്നതിന് കാരണം എന്താണ്? നമ്മുടെ നന്മ, നമ്മുടെ അനുസരണം അതില്ല. കർത്താവ് അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതിയെന്ന് എലിസബത്ത് വെറുതെ പറഞ്ഞതല്ല. ദൈവകൃപയോട് സഹകരിക്കാൻ മറിയം സന്മനസ് കാണിക്കുന്നു. ആ ഹാരിസിന്റെ മറ്റൊരർത്ഥമാണ് സന്മനസ്. മറിയം ദൈവകൃപയോട് സഹകരിക്കാൻ സന്മനസ് കാണിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അതിനാൽ ദൈവകൃപയും ദൈവത്തിന്റെ നന്മ, മറിയത്തിന്റെ സന്മനസ്സും മറിയത്തിന്റെ നന്മ, മറിയത്തിന്റെ സമ്മതം, അതായത് മറിയത്തിന്റെ നന്മ, ഇതെല്ലാം ഉൾച്ചേർന്നൊരു വാക്കാണ് നന്മ നിറഞ്ഞ മറിയം. സഭാപിതാക്കന്മാരും വിശുദ്ധരുമെല്ലാം ഇക്കാര്യം തിരിച്ചറിഞ്ഞവരാണ്. ഉദാഹരണം, അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ആയിരുന്ന സെവരുസ് 459-538 കാലയളവ് അദ്ദേഹം ജീവിച്ചിരുന്നേ. ദൈവകൃപയുടെ ഉടയാടയണിഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ് 5-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ചൊല്ലിയിരുന്നത്. ദൈവകൃപയുടെ ഉടയാടയണിഞ്ഞവളെ നിനക്ക് സ്വസ്തി. ഹെയിൽ ദൗ എൻഡ്യൂഡ് വിത്ത് ഗ്രേസ്. ഈ ഗബ്രിയേൽ മാലാഖ നസ്രത്തിലെ മറിയത്തോട് പറഞ്ഞ മംഗളവാർത്തയിലെ ആദ്യ വചനവും സൂര്യനെ ഉടയാടയാക്കിയ സ്വർഗത്തിലെ സ്ത്രീ ഉണ്ടല്ലോ, സ്ത്രീ, ആ വെളിപാടും ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞത്, ദൈവകൃപയുടെ ഉടയാടയണിഞ്ഞവളെ നിനക്ക് സ്വസ്തി. എങ്ങനെയുണ്ട്? വെളിപാടിലെ സൂര്യനെ ഉടയാടയാക്കിയവളും ഇപ്പോൾ ഈ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്ന് പറഞ്ഞ മംഗളവാർത്തയിൽ മാലാഖ പറഞ്ഞതും രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് വിശുദ്ധൻ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് ദൈവകൃപയുടെ ഉടയാടയണിഞ്ഞവളെ സ്വസ്തി. അതിഗംഭീരമെന്നേ പറയാൻ പറ്റും. നമുക്ക് ഈ വിശുദ്ധരോടും ദൈവവചനത്തോടും തിരുവചനത്തോടും ഗബ്രിയേൽ മാലാഖയോടൊക്കെ ചേർന്ന് മറിയത്തെ ഇങ്ങനെ തന്നെ ആദരവോടെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കാം. മറിയത്തിൽ പ്രവർത്തിച്ച കൃപ നമ്മിലും പ്രവർത്തിക്കട്ടെ. അവളുടെ നന്മ, അവൾ അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കാൻ അവളെ പ്രേരിപ്പിച്ചതുപോലെ നമ്മിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ദൈവവചനത്തിന് വിധേയപ്പെടാൻ, അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കാൻ നമുക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.